നവംബർ 8-ാം തീയതി വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെടുവാൻ പോകുന്ന ധന്യ മദർ എലീശായുടെ ഒരു പ്രത്യേക സ്നേഹമായിരുന്നു ദിവ്യകാരുണ്യനാഥനോടുള്ള സ്നേഹം. അമ്മ എപ്പോഴും ദിവ്യസക്രാരിയിൽ പള്ളികൊള്ളുന്ന യേശുവിനോട് പ്രാർത്ഥിക്കുകയും ശക്തി നേടുകയും ചെയ്തു. അതുകൊണ്ടു തന്നെയാണ് അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളിൽ സമനില തെറ്റാതെ ദൈവസ്തുതിക്കായി, ദൈവമഹത്വത്തിനായി സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെക്കുവാൻ അമ്മയ്ക്ക് സാധിച്ചത്. നീണ്ട മണിക്കൂറുകൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ ചിലവഴിക്കുന്ന അമ്മയെയും സഹോദരങ്ങളെയും കാണുവാൻ സാധിക്കും. കേരളത്തിലെ ആദ്യ സന്യാസിനിയും ആദ്യ സന്യാസിനി സഭയുടെ സ്ഥാപകയുമാകുവാൻ അമ്മയ്ക്കു സാധിച്ചത് ദിവ്യകാരുണ്യനാഥൻ്റെ കരുത്തിലൂടെയാണ്. ദിവ്യകാരുണ്യ ഭക്തിയിൽ നമുക്കും വളരുവാൻ അനുദിനം പരിശ്രമിക്കാം.